പ്രേം, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന അവസരത്തിൽ ഇന്ത്യ തകർത്ത പാകിസ്ഥാൻ്റെ ചില ഭീകര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ആ ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒന്നേന്ന് പുതുക്കി പണിയുന്നതായി വാർത്ത വരുന്നുണ്ട്. എന്താണ് അതിൽ ആ വാർത്ത, അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത് മെയ് 6-ാം തീയതി അർദ്ധരാത്രി, മെയ് 7-ാം തീയതി പുലർച്ചെ. ഈ സമയത്താണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത്. ആ സമയത്ത് പാക് അധീന കാശ്മീരിലെ അടക്കം 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. അതിൽ ഏറ്റവും ഗുരുതരമായ ആഘാതമുണ്ടായത് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കാണ്. അവരുടെ ഈ മുദ്രിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന അവരുടെ ആസ്ഥാനമാണ്. അപ്പൊ അത് നാമാവശേഷമായി പോയി. ആ കെട്ടിടത്തിന്റെ ബ്രഹ്മോസ് മിസൈലുകൾ കുതിച്ചു കയറി കോൺക്രീറ്റ് പാളികൾ പൊളിച്ച് അകത്ത് കയറി വലിയ സ്ഫോടനം ഉണ്ടാക്കി എന്നുള്ളതാണ് വാർത്ത. അപ്പൊ ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി. അവിടെ ഈ അതിന്റെ നേതാവ് ഹാഫിസ് സയ്യിദിന്റെ ബന്ധുക്കളടക്കം 10 പേർ, ഹാഫിസ് സയ്യിദിന്റെ ബന്ധുക്കൾ 10 പേർ കൊല്ലപ്പെട്ട ഒരു സംഭവം കൂടിയാണത്. ഇപ്പൊ ലഷ്കർ ഇ തോയ്ബയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഏറ്റ ഒരു ആക്രമണം കൂടിയാണ് ഈ സംഭവം. പക്ഷെ ഇതിനു ശേഷം ഇവർ ഈ ലഷ്കർ ഇ തോയ്ബ അവിടെ നിന്ന് അവരുടെ ആസ്ഥാനമൊക്കെ മാറ്റിയിട്ട് ബഹാവൽപൂരിൽ അവർ ഈ മർക്കസ് അക്സ എന്നാണ് ഇവർ അറിയപ്പെടുക. ഇപ്പോ പാകിസ്ഥാൻ നമ്മളിപ്പോ ഭീകരവാദ കേന്ദ്രമാണ് ഈ തകർത്തതെങ്കിലും പാകിസ്ഥാൻ അത് അവകാശപ്പെടുന്നത് അത് മർക്കസ് തൈബ എന്നാണ്. അവിടുത്തെ ഒരു എന്താ പറയുക, ഈ മതപഠനശാലയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നാണ് പാകിസ്ഥാന്റെ വാദം. ഇപ്പൊ അവിടെ ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം ഇവർ അവരുടെ ആസ്ഥാനം ബഹാവൽപൂരിലെ മർക്കസ് അക്സ എന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി. പിന്നെ അതിനുശേഷം മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഇവർ അവരുടെ പ്രവർത്തനമൊക്കെ മാറ്റി. ഇപ്പോ ഇവിടെ ഈ ഇന്ത്യ ആക്രമിച്ച് തകർത്ത ഈ മുദ്രിക് എന്ന് പറയുന്ന സ്ഥലത്തെ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് അവിടെ ബുൾഡോസറൊക്കെ ഉപയോഗിച്ച് പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തുന്ന ദൃശ്യങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് സെപ്റ്റംബർ 7-ഓടുകൂടി അവിടുത്തെ ഭൂമി ഏതാണ്ട് പൂർണ്ണമായി നിരപ്പാക്കി. ഇപ്പൊ അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു എന്നുള്ളതാണ് വിവരം. അപ്പൊ അതിൽ രസകരമായ ഒരു സംഗതി, ഈ പറയുന്ന കെട്ടിടം പുനർനിർമ്മിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പണപ്പിരിവ് അവിടെ നടക്കുന്നു എന്നാണ് വിവരം. അപ്പോ അതിന് പാകിസ്ഥാൻ സർക്കാരിന്റെ തന്നെ വലിയ പിന്തുണ അതിന് നൽകുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാർ 4 കോടി രൂപ, 4 കോടി പാകിസ്ഥാൻ രൂപയാണ് ഖജനാവിൽ നിന്നെടുത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മൊത്തം നിർമ്മാണത്തിന് ഏതാണ്ട് 15 കോടി രൂപ വേണം എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് കണക്കാക്കിയേക്കുന്നത്. ഏതാണ്ട് 1.09 ഏക്കർ വരുന്ന പ്രദേശത്താണ് ഇവർ ഈ സ്ഥാപനം സ്ഥാപിച്ചിരുന്നത്. അതില് ഈ ഭീകരവാദ അവരുടെ പരിശീലനം, അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കൽ, മുതിർന്ന നേതാക്കൾക്കുള്ള താമസ സൗകര്യം അടക്കമുള്ളവ ഈ പ്രദേശത്ത് അവരൊരുക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനുശേഷം നമ്മൾ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തപ്പോ പാകിസ്ഥാൻ വലിയ തിരിച്ചടി ഇന്ത്യക്ക് നേരെ നടത്തി. ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. അപ്പൊ പിന്നെ ഇന്ത്യൻ സേന വെറുതെ ഇരുന്നില്ല, ഇന്ത്യ അപ്പൊ തന്നെ തിരിച്ചടി കൊടുത്തു. അങ്ങനെ പാകിസ്ഥാന്റെ 11 കേന്ദ്രങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി, ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തി. അത് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ, നൂർഖാൻ എയർബേസ് ആക്രമിച്ച് തകർത്തു, ജക്കോദാബാദിൽ ആക്രമണം ഉണ്ടായി, മുറീദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ ആക്രമിച്ചു, റാഫിക്കി, അതേപോലെ മുഷാഫ്, ബൊലാരി, പിന്നെ ക്വാദ്രിം, സിയാൽകോട്ട്, സുക്കൂർ, സർഗോത്ത എന്നീ സ്ഥലങ്ങളിലാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത് എന്നുള്ള വിവരങ്ങളോട് വന്നു. പിന്നെ ഒരു സ്ഥലത്തിന്റെ പേര് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. അത് വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ആണവ ശേഷി അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ അവർ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസ്, അത് ഇന്ത്യ ആക്രമിച്ചതായിട്ട് ഇതുവരെ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിട്ടില്ല. പക്ഷേ കിരാന ഹിൽസില് ആക്രമണം നടന്നതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു. അതായത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന സംവിധാനം, അതിന്റെ വക്താവായ ഡാമിയൻ സൈമൺ എന്ന് പറയുന്ന ആൾ ഈ കിരാന ഹിൽസിൽ ഇന്ത്യ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടു. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് പല മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വിവരം. ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പാകിസ്ഥാൻ അവിടെ തകർന്ന് തരിപ്പണമായി പോയ അവരുടെ വ്യോമസേനാ താവളങ്ങളെല്ലാം പുനർനിർമ്മിക്കുന്നു എന്നുള്ളതാണ് വിവരം. പ്രത്യേകിച്ചും ഈ നൂർഖാൻ എയർബേസ്, ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് അവരുടെ ഈ ആണവ ആയുധങ്ങളൊക്കെ അതുമായി കൈകാര്യം ചെയ്യുന്ന സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷനുമായിട്ട് വളരെ അടുത്തുള്ള ഒരു സംഗതിയാണ്. അതുകൂടാതെ ഈ നൂർഖാൻ എയർബേസ് അമേരിക്കയാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്നുള്ള ചില
വിവരങ്ങളും കൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ നൂർഖാൻ എയർബേസിൽ ഇന്ത്യ ആക്രമിച്ച് തകർത്ത കെട്ടിടങ്ങൾക്കൊക്കെ പകരം പുതിയ കെട്ടിടങ്ങളൊക്കെ ഏതാണ്ട് 6 മാസത്തെ സമയത്തിന് ശേഷമാണ് പാകിസ്ഥാൻ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തകർന്ന കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള കണക്കെടുപ്പും വിലയിരുത്തലും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് പുറമെയുള്ള കെട്ടിടങ്ങളുടെ മേൽക്കൂര അടക്കം മാറ്റി സ്ഥാപിക്കൽ അല്ലെങ്കിൽ കെട്ടിടം തന്നെ പുനർനിർമ്മിക്കൽ അടക്കമുള്ള പരിപാടികളിലേക്ക് പാകിസ്ഥാൻ കടന്നത് എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇതെല്ലാം ഔദ്യോഗികമായിട്ടുള്ള സംഗതികളാണ്. ഒന്ന്, പാകിസ്ഥാൻ അവിടെ പ്രവർത്തിച്ചിരുന്ന മദ്രസകൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തത് അത് പുനർനിർമ്മിക്കുന്നു. മറുവശത്ത് അവരുടെ സേനയുടെ ഇന്ത്യ തകർത്ത് കളഞ്ഞ എയർബേസുകളടക്കം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തിരിച്ചടിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം എയർബേസുകളിലെ റൺവേ അടക്കം ഇന്ത്യ കുളം കുത്തിക്കളഞ്ഞു. അപ്പൊ അവരുടെ വിമാനങ്ങൾക്ക് പറന്നു വരാൻ സംവിധാനമില്ല. എയർ ട്രാഫിക് കൺട്രോളുകൾ തകർന്നു, അവരുടെ റഡാർ സംവിധാനങ്ങൾ തകർത്തു കളഞ്ഞു. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് വെടിനിർത്തലിന് അപേക്ഷയുമായി വന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റൊരു വസ്തുത, ഈ നേരത്തെ പറഞ്ഞ മദ്രസകൾ എന്നറിയപ്പെടുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫ്ലഡ് റിലീഫ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള പൈസയൊക്കെ എടുത്തിട്ടാണ് പാകിസ്ഥാൻ സർക്കാർ കൊടുക്കുന്നത്. ഈ പേരും പറഞ്ഞുകൊണ്ട് തന്നെ വലിയ പണപ്പിരിവും നടക്കുന്നുണ്ട്. ഈ പറയുന്ന ലഷ്കർ എ തോയ്ബയ്ക്ക് വേണ്ടിയിട്ട് ഖിദാമത്ത് എന്ന പേരിൽ, ഖിദാമത്ത് ഇ ഖലാഖ് എന്ന പേരിലാണ് പണപ്പിരിവ് നടക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ 2005 ഒരു ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ, പാക് അധീന കാശ്മീരിലടക്കം ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ഈ ലഷ്കർ എ തോയ്ബയുടെ, അന്ന് അവര് ജമാ അത്ത് ഉദ്വ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിലായിരുന്നു ഈ ലഷ്കർ എ തോയ്ബ ഉണ്ടായിരുന്നത്. അവരന്നും ഇതേപോലെ ഭൂകമ്പ ദുരിതാശ്വാസം എന്ന പേരിൽ വലിയ പണപ്പിരിവ് നടത്തി. പക്ഷെ ആ പണത്തിന്റെ 80% ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് വിവരം. അപ്പോൾ പാകിസ്ഥാൻ അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ ഇങ്ങനെ പല സമയത്ത് പല പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര ഉപരോധമടക്കമുള്ള നിയന്ത്രണങ്ങൾ അടക്കമുള്ളവ അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റി പേര് അതിനെ സ്വീകരിക്കുന്നത്. ഇനി നമ്മുടെ BSF ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ വിക്രം കുൻവാർ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് അതിർത്തി മേഖലയിലുള്ള ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡുകൾ, അതായത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ തക്കം പാർത്ത് കഴിയുന്ന ഭീകരവാദികൾ അവർ താമസിക്കുന്ന ഇടങ്ങളാണ് ഈ ലോഞ്ച് പാഡുകൾ എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങള് ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇന്ത്യ. പക്ഷെ ഇപ്പൊ അവിടെ ആളനക്കം വെച്ച് തുടങ്ങി. ഏതാണ്ട് 72ഓളം ലോഞ്ച് പാഡുകളിൽ, പ്രത്യേകിച്ച് ജമ്മുവിലെ ലൈൻ ഓഫ് കൺട്രോളിന് സമീപം അവിടെ ആളനക്കം ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് BSF നൽകുന്ന വിവരം. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ പല സൈനിക പോസ്റ്റുകളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ സമയത്ത് അവർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരുന്നു, അവർ ഭയന്ന് ഓടിക്കളഞ്ഞിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഇപ്പൊ അവർ വീണ്ടും സൈനികരെ വിന്യസിക്കുന്നു. അതൊക്കെ അവരുടെ ഡ്രോൺ ലോഞ്ച് പാഡുകളായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് BSFന്റെ ഒരു അനുമാനം. അപ്പൊ ഈ കരസേനയെ സംബന്ധിച്ച് ഈ ഡ്രോൺ എന്ന് പറയുന്നത് വലിയൊരു തലവേദനയാണ്. കാരണം കരസേന എന്ന് പറയുന്നത് താഴെ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. അവർക്ക് ഈ ഡ്രോൺ വഴിയുള്ള നിരീക്ഷണവും അതും മൂലമുള്ള ആക്രമണവും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോ ഏതാണ്ട് 2019 മുതലാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയതെന്നാണ് BSF പറയുന്നത്. പക്ഷെ ഇപ്പോ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഫലപ്രദമായ പരിപാടികളിലേക്ക് BSF കടന്നിട്ടുണ്ട്. അതിന് IIT ഡൽഹി, IIT മദ്രാസ് എന്നിവയുമായി സഹകരിച്ച് വിവിധ പരിശീലന പരിപാടികളും പിന്നെ കരസേനയ്ക്ക് തന്നെ ഡ്രോൺ നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കമുള്ളവ കരസേനയ്ക്ക് തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെയും അതിർത്തിയിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഹിരാനഗർ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഏതാണ്ട് 72 സൈനിക പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നു. പിന്നെ രജൌരിയിലും പൂഞ്ചിലും 46 സൈനിക പോസ്റ്റുകളും, അങ്ങനെ മൊത്തം 118 സൈനിക പോസ്റ്റുകൾ പാകിസ്ഥാൻ പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡുകൾ 72 ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി വിട്ടതാണ്. അവിടെയൊക്കെ ചെറിയ ആളനക്കം, അതായത് അനുകൂലമായ ഒരു സമയം കാത്തു കഴിയുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിന്റെ മറവിലാണ് വലിയ നുഴഞ്ഞുകയറ്റങ്ങൾ നടക്കുക. അപ്പൊ അതേപോലെ ഏതെങ്കിലും ഒരു സാഹചര്യവും കാത്തു കഴിയുന്നുണ്ട് ഇവർ എന്നുള്ളതാണ് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ BSF സ്ഥിരീകരിക്കുന്ന. അവരതിന്റെ ജാഗ്രതയും പുലർത്തുന്നുണ്ട്. അപ്പോ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് കഷ്ടിച്ച 6-7 മാസമേ ആയിട്ടുള്ളൂ. പാകിസ്ഥാൻ അവർക്കുണ്ടായ നാണക്കേടിന് വലിയ പ്രതികാരം ചെയ്യാനായിട്ടുള്ള
നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ അത് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നു, നഷ്ടപ്പെട്ടു പോയ ഭൗതിക സംവിധാനങ്ങളൊക്കെ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പിന്നെ പരമാവധി ഇന്ത്യയിലേക്ക് ഭീകരവാദ പ്രവർത്തനത്തിനുള്ള ആളുകളെ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇന്ത്യ വരുന്ന ദിവസങ്ങളിൽ ജാഗ്രതയോടെ കരുതലോടെ ഇരിക്കേണ്ട ദിനങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനുള്ളത്.